ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കർത്തൃനാമത്തെ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 ദിനവൃത്താന്തം 22-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 22-ാം അധ്യായത്തിൽ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ദാവീദ് ചെയ്യുന്നതാണ് നമ്മളിവിടെ വായിക്കുന്നത്. ദാവീദ് ദേവാലയം പണിയുവാൻ ആഗ്രഹിച്ചു. പക്ഷേ നാഥാൻ പ്രവാചകനിലൂടെ യഹോവയായ ദൈവം അറിയിച്ചു, നിന്റെ കൈ രക്തം പുരണ്ടതാണ്, നിനക്കത് സാധ്യമല്ല. നിന്റെ തലമുറകളിലൂടെ, നിന്റെ മകനിലൂടെ അത് സാധ്യമാകും. ദാവീദിനെ ധാരാളം യുദ്ധം ചെയ്യേണ്ടി വന്നിരുന്നത് കൊണ്ട്, അവൻ്റെ കയ്യിൽ രക്തം പുരണ്ടതുകൊണ്ട് ദൈവം ദാവീദിനെ അതിനെ അനുവദിക്കുന്നില്ല. അപ്പം തൻ്റെ മകൻ ശലോമോനിലൂടെയാണ് ദേവാലയം പണിയുന്നതെന്ന് ദാവീദ് അദ്ദേഹം അറിഞ്ഞിരുന്നല്ലോ. പക്ഷെ അതിനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും അദ്ദേഹം ഇവിടെ ചെയ്യുകയാണ്. കല്ല് ചെത്താനുള്ള ആളുകളെ വരെ അദ്ദേഹം ഇവിടെ ക്രമീകരിക്കുകയാണ്. സ്വർണം, വെള്ളി, ഇരുമ്പ്, പിച്ചള, മറ്റുള്ള എല്ലാ സാധനങ്ങളും, തടികൾ, എല്ലാ സാധന സാമഗ്രികളും അദ്ദേഹം അവിടെ ക്രമീകരിച്ച് വയ്ക്കുന്നതായി നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. നമ്മളും ഇത് മാതൃകയാക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സാഗ്രഹിക്കുന്നത് പോലെ നമ്മിലൂടെ നടക്കണമെന്നില്ല. എന്നിലൂടെ നടന്നില്ലെങ്കിലും എനിക്ക് ശേഷം ആ സ്ഥാനത്ത് വരുന്ന ആളിലൂടെ എല്ലാം അനുഗ്രഹമായി തീരണമെന്നുള്ള മനോഭാവത്തോടുകൂടി ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കുന്നതാണ് ദൈവികമായ ചിന്ത എന്ന് പറയുന്നത്. എന്നാൽ പലപ്പോഴും എന്നിലൂടെ നടക്കുന്നെങ്കിൽ ഇവിടെ ഒന്നും നടക്കേണ്ട എന്ന മനോഭാവത്തിലേക്ക് സഭയിലായാലും സമുദായത്തിലായാലും സമൂഹത്തിലായാലും നേതൃത്വ നിലയിൽ വരുന്നവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാം നമ്മിലൂടെ നടക്കണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. അടുത്ത തലമുറകളിലൂടെയാവാം ദൈവം പ്രവർത്തിക്കുന്നത്. അവർക്ക് വേണ്ടി നമ്മൾ കരുതി വയ്ക്കുക, അവർക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുക, നമ്മളെല്ലാം ഒരുക്കി വയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അതുകൊണ്ട് ഇവിടെ ദാവീദിന് ദേവാലയം പണിയുവാൻ സാധിക്കുകയില്ല. അവൻ്റെ മകന് വേണ്ടി ദാവീദെല്ലാം കൃത്യമായി ചെയ്തു വയ്ക്കുകയാണ്. ദാവീദിൻ്റെ വലിയ ഒരു ദീർഘവീക്ഷണം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, തൻ്റെ മകൻ ചെറുപ്പമാണ്, അവന് അനുഭവ പരിചയവുമില്ല. അതായത് ശലോമോൻ്റെ പ്രായവും ശലോമോൻ്റെ ചെറുപ്പവും പണിയപ്പെടേണ്ട ദേവാലയത്തിൻ്റെ വലിപ്പവും തമ്മിൽ ദാവീദ് ഇവിടെ തുലനം ചെയ്യുകയാണ്. ഈ അനുഭവ സമ്പത്തില്ലാത്തവൻ എങ്ങനെ ഇത്ര വലിയ ദേവാലയം പണിയുവാൻ സാധിക്കും? അപ്പം അതുകൊണ്ട് അവന് വേണ്ടി ദാവീദ് എല്ലാം ഇവിടെ കരുതി വയ്ക്കുകയാണ്. കാരണം ദേവാലയം അതിമനോഹരമായിരിക്കണം. അത് മറ്റ് ജാതികളുടെ മുൻപാകെ ഇസ്രായേൽ ജനത്തിന് അഭിമാനപൂർവമായിരിക്കണം. അത് വിശുദ്ധമായിരിക്കണം, അത് മനോഹരമായിരിക്കണം, അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് ചേർന്നതായിരിക്കണം. അതനുസരിച്ചെല്ലാം പണിയേണ്ടതുകൊണ്ട് അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും അദ്ദേഹം ചെയ്യുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കും അടുത്ത തലമുറകളെക്കുറിച്ച് ഇങ്ങനെ നല്ല കാഴ്ചപ്പാടുണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ദാവീദ് ഒരുക്കിയ സാധനങ്ങളുടെ ലിസ്റ്റ് നമ്മളിവിടെ വായിക്കുന്നുണ്ടല്ലോ. 1,00,000 താലന്ത് സ്വർണം, 10,00,000 താലന്ത് വെള്ളി, താമ്രം, ഇരുമ്പ്, മനോഹരമായ തടികൾ എല്ലാം അദ്ദേഹം കരുതിയിട്ട് ശലോമോനോട് പറഞ്ഞു, നീ പണി ആരംഭിച്ചു കൊള്ളുക, ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് അവിടെ ആശീർവദിക്കുകയാണ്. ദാവീദ് ഇപ്രകാരം എല്ലാം ദീർഘവീക്ഷണത്തോടുകൂടി ക്രമീകരിച്ചതുകൊണ്ട് ശലോമോന് ദേവാലയം പണിയാൻ ഏറെ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു നേതൃത്വം കൊടുത്താൽ മതിയായിരുന്നു. ദൈവം ദാവീദിനോട് പറയുന്ന ചില വാക്കുകൾ 9 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. നിൻ്റെ മകൻ ശലോമോൻ്റെ കാലത്ത് ഈ ദേവാലയം പണിയാൻ അവന് സാധിക്കും. ആരും അവന് എതിരുണ്ടാവുകയില്ല, അവനോട് ആരും യുദ്ധം ചെയ്യുകയില്ല. അവൻ്റെ കാലത്ത് ഇസ്രായേലിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകും. അവന് ജ്ഞാനവും വിവേകവും ഞാൻ നൽകും. നോളജ് ആൻഡ് വിസ്ഡം രണ്ടുമുണ്ട്. അറിവും ജ്ഞാനവും അവന് ഞാൻ ഇത് നൽകും. അവൻ്റെ കാലത്ത് ശാന്തിയും സമാധാനവും ഇസ്രായേലിനുണ്ടാകും.
ഞാൻ അവന് പിതാവും അവൻ എനിക്ക് ഒരു മകനുമായിരിക്കും. ഒരു പിതൃപുത്ര ബന്ധത്തിലായിരിക്കും ഞാനും ശലോമോനും തമ്മിൽ. അപ്രകാരമുള്ള വലിയ അനുഗ്രഹം യഹോവയായ ദൈവം ഇവിടെ ദാവീദിനോട് പറയുകയാണ്, നിൻ്റെ മകൻ്റെ കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അത് കേട്ട് ദാവീദ് തൻ്റെ മകനോട് പറയുന്നത് 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ദാവീദ് ശലോമോനോട് പറയുകയാണ്, ആദ്യം അവനെ ആശീർവദിക്കുന്നു, ദൈവമായ കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കാരണം ദൈവകൃപയുണ്ടെങ്കിൽ മാത്രമേ നിനക്കിതൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദാവീദിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠത ഇതായിരുന്നു എന്ന് ഇതിനു മുമ്പ് നമുക്കറിയാമല്ലോ. എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ആലോചന ചോദിക്കുകയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്നതായ ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് അവൻ ആദ്യം തന്നെ ദൈവനാമത്തിൽ തൻ്റെ മകനെ അവിടെ ആശീർവദിക്കുന്നു. എന്നിട്ട് പറഞ്ഞു നീ രാജാവായി ഭരണമേൽക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ നീ അനുസരിക്കണം. മോശ മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് യഹോവയായ ദൈവം കൊടുത്ത നിയമങ്ങളും ആചരണങ്ങളൊക്കെ കൃത്യമായി നീ പാലിച്ചാൽ നിനക്ക് ഐശ്വര്യമുണ്ടാകും എന്നാണ് പറഞ്ഞത്. അത് നീ ലംഘിച്ചാൽ ദൈവസാന്നിധ്യം നിനക്ക് നഷ്ടപ്പെടും. നീ അതനുസരിക്കുമെങ്കിൽ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെതായ അനുഗ്രഹവും ഐശ്വര്യവും നിനക്കുണ്ടാകും. നീ ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുകയോ ചഞ്ചലപ്പെടുകയോ ചെയ്യരുത്. അതിൻ്റെ ആവശ്യമില്ല. കാരണം ദൈവമാണ് നിന്നോട് ചേർന്നിരുന്ന് നിൻ്റെ കൈകളോട് ചേർന്നിരുന്നതൊക്കെ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരുന്നാൽ മതി എന്ന് ദാവീദ് ശലോമോനോട് ഇവിടെ പറയുന്നതായി നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തൻ്റെ പുത്രൻ ശലോമോന് ദേവാലയ നിർമ്മാണത്തിൽ അവനെ സഹായിക്കുവാൻ ഇസ്രായേലിലെ എല്ലാ നായകന്മാരോടും ദാവീദിലൂടെ കൽപ്പിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ഹൃദയവും മനസ്സും ദേവാലയ നിർമ്മാണത്തിന് നിങ്ങൾ ഒരുക്കുവിൻ. കാരണം ദേവാലയം ഒരു വ്യക്തിയല്ലല്ലോ പണിയുന്നത്, ഒരാളതിന് നേതൃത്വം കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും അതിൻ്റെ ഭാഗവാക്കുകളാകണം. എല്ലാവരും അതിനുവേണ്ടി അവരെ തന്നെ ഒരുക്കണം, ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കണം. അപ്പോഴാണ് ദൈവത്തിന് മനോഹരമായ ദേവാലയമായി മാറ്റപ്പെടുന്നത്. പ്രിയമുള്ളവരെ, കല്ലുകൊണ്ടും മരം കൊണ്ടുമുള്ള ദേവാലയത്തെക്കാൾ ഉപരിയായി നമ്മുടെ ശരീരം തന്നെ ദേവാലയമാണെന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. നിങ്ങളുടെ ശരീരം ദൈവം വസിക്കുന്ന മന്ദിരമാണ്. അതിനെ വിശുദ്ധമായും ആരോഗ്യമായും കാത്തു സൂക്ഷിക്കുവാനുള്ള ആഹ്വാനവും 1 കൊരിന്ത്യരുടെ 3-ാം അധ്യായത്തിലൊക്കെ പൗലോസ്ലീഹ നമുക്ക് നൽകുന്നതിന് മുമ്പ് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ശുദ്ധീകരിക്കുവാൻ നമുക്കിടയാകണം. നമ്മുടെ ഇവിടെ നമ്മൾ കാണുന്നത് ദാവീദിന് സാധിക്കാത്തത് തൻ്റെ മകനോടിലൂടെ തൻ്റെ തലമുറകളിലൂടെ ദൈവം അവിടെ നിവർത്തിച്ച് ദാവീദിൻ്റെ ആത്മാവത് കണ്ട് സന്തോഷിക്കുവാൻ കാരണമായിട്ട് തീരും. നമ്മളും പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എല്ലാം നമ്മുടെ കാലത്ത് നമ്മുടെ കരങ്ങളിലൂടെ മാത്രം നടക്കണമെന്ന് നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ല. അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കരുതി വെക്കണം. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ നന്മ പ്രവർത്തികളും നമ്മുടെ ജീവകാരുണ്യ ചിന്തകളും പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ തലമുറകൾക്ക് അനുഗ്രഹമായി തീരുവാൻ ഇടയാകണം. അപ്രകാരം നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ ഈ അധ്യായത്തിൻ്റെ വായനകളും ധ്യാനങ്ങളും നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.